നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കൺട്രോൾ മണി ആൻഡ് ഫ്യൂച്ചർ. ഇന്നത്തെ വീഡിയോ തികച്ചും ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഞാൻ പറഞ്ഞു സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന ആളുകളും അല്ലെങ്കിൽ എങ്ങനെ ഫിനാൻഷ്യലി സെറ്റിൽ ആവാൻ പറ്റാതെ നിൽക്കുന്ന സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ള. ഇപ്പോൾ ഈ കാണുന്ന വ്യൂസ് നിങ്ങൾ കാണുന്ന പ്രേക്ഷകർ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇത് ഷെയർ മാർക്കറ്റുമായി റിലേറ്റഡാണ്. ഇപ്പോൾ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല, അതായത് ആദ്യമായിട്ട് കാണുന്നതാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് വലിയ കാര്യമൊന്നും ഞാൻ കരുതുന്നില്ല. പകരം നിങ്ങൾ ഈ ഷെയർ മാർക്കറ്റ് പഠിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. പിന്നെയുള്ള വിഷയം, എങ്ങനെ സ്റ്റഡി ചെയ്യാം, അതായത് എങ്ങനെ നമ്മൾ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിക്കാം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് കറക്റ്റ് ഈ വീഡിയോൻ്റെ കണ്ടൻറ്റ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടംപോലെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ടാവും. നിരവധി ഇങ്ങനെ പ്രോഫിറ്റ് ഫോളിയോ എങ്ങനെയാണ്, ഷെയർ മാർക്കറ്റ് നമുക്ക് ഇങ്ങനെ ചെയ്യാം, SIP ഇങ്ങനെ ചെയ്യാം. പക്ഷെ ഇവരാരും നമ്മുടെ പൈസ കയ്യിൽ നിന്ന് ഇറക്കി ചെയ്യുന്ന സിസ്റ്റമാറ്റിക്കാണ്. പക്ഷേ ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത്, സത്യം പറഞ്ഞാൽ ഷെയർ മാർക്കറ്റ് ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരെല്ലാവരും രക്ഷപ്പെടും. അപ്പോൾ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ പല ആളുകളും ഉണ്ട്, നമ്മൾ പേരെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, വ്യക്തിപരമായി നമുക്ക് പറയാൻ താല്പര്യമില്ല. പക്ഷേ നിങ്ങൾ യൂട്യൂബിൽ എടുത്ത് നോക്കിയാൽ മതി, ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. ഇങ്ങനെ SIP ചെയ്യാം, ഇങ്ങനെ ഒരു ഫണ്ട് ചെയ്യാം, ഇങ്ങനെ ഫണ്ടിങ് ചെയ്യാം, ഇങ്ങനെ KSFക്ക് പകരം ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ ഇത് മിഡിൽ ക്ലാസ്സുള്ള ആളുകൾ, അതായത് നമ്മളെ സാധാരണ ഇന്ന് രാവിലെ പണിക്ക് പോയി വൈകിട്ട് പണി കഴിഞ്ഞ് വരുന്നവർ ചിന്തിക്കുന്ന ഒരു ചിന്തത്തിലുള്ള എങ്ങനെയെങ്കിലൊക്കെ ജീവിതം കഴിഞ്ഞ് പോവുക എന്നുള്ളതല്ലാതെ ഫ്യൂച്ചറിലോട്ടൊന്നും വലിയ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യണമെന്ന് വലിയ താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ ന്യൂ ജനറേഷൻ അങ്ങനെയല്ല, അത് സിസ്റ്റമാറ്റിക് അവർക്ക് ചെയ്യാൻ താല്പര്യം. പക്ഷെ ചില പിള്ളേർ വഴുതെറ്റി പോകുന്നുമുണ്ട്, ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം, പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളൊരു കുടുംബ പ്രേക്ഷകനാണെന്ന് കരുതി, കുടുംബമായി മുന്നോട്ട് പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ തൊട്ട് പണിയെടുക്കും. നിങ്ങൾ 10 കൊല്ലം പണിയെടുത്താൽ പോലും നിങ്ങൾക്ക് തികച്ചൊരു 1 ലക്ഷം രൂപ സേവ് ചെയ്യാൻ പറ്റുമെന്ന് എന്നെക്കൊണ്ട് സാധിച്ചിട്ടില്ല, ഞാൻ കണ്ടിട്ടുള്ള ആളുകളെ കൊണ്ടും സാധിച്ചിട്ടില്ല. പക്ഷെ പകരം ചെയ്യുന്നത് ലോൺ എടുക്കും. ഇഷ്ടം പോലെ മൈക്രോ ഫിനാൻസ്, പേഴ്സണൽ ലോൺ, ക്രെഡിറ്റ് കാർഡ് ഇതൊക്കെ എടുത്തു വയ്ക്കും. ബട്ട് ഇതിൻ്റെയൊക്കെ അടവിന്, അതായത് ഇതിങ്ങനെ എടുത്തു വയ്ക്കും, ഇതൊക്കെ ഇങ്ങനെ ചിന്നി എന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ചിലവാക്കും. പിന്നെ ഇതിൻ്റെ പുറകെ ഒരു ഓട്ടം ആയിരിക്കും, എങ്ങനെ സമ്പാദിക്കുന്നത്. ഇത് പറയാൻ അർഹതപ്പെട്ടാൽ ഞാനിതാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഞാൻ ചെയ്യുന്നതും ഞാൻ പെട്ട പോലെ തന്നെയാണ് എല്ലാവരും പെട്ടിട്ടുണ്ടാവുള്ളൂ എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അത്രയും സാലറി, ഏകദേശം ഒരു മാസം ഒരു 1 ലക്ഷം രൂപ കിട്ടുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സുഖമായി ജീവിക്കുന്നുണ്ടാവും. ബാക്കി അല്ലാത്ത ആളുകളെല്ലാം സ്ട്രഗിളിങ് ആയിരിക്കും. പ്രധാനപ്പെട്ട പറയാൻ കാരണം, ഇനിയിപ്പോൾ ഇത് കാണുന്ന ഒരു 20 വയസ്സുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ലോണോ അതൊന്നും എടുക്കരുത്. ക്രെഡിറ്റ് കാർഡ് എടുക്കുകയാണെങ്കിൽ EMI ഓപ്ഷനിൽ മാത്രം എടുക്കുക, അല്ലാതെ ക്രെഡിറ്റ് കാർഡ് എടുത്ത് പൈസ ചിലവാക്കരുത്. പ്രധാനപ്പെട്ട കാരണം. ഓക്കെ, നമ്മൾ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഇവർക്കൊരു കുട്ടി ഉണ്ടെന്ന് കരുതുക, ഒരു വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്, ആൺകുട്ടിയോ പെൺകുട്ടിയോ ഉണ്ട്. ആ കുട്ടി 18 വയസ്സ് കഴിഞ്ഞ് +2 വരെ നമ്മുടെ നാട്ടിൽ നിയമപ്രകാരം നമുക്ക് സർക്കാർ സ്കൂളൊക്കെ പഠിപ്പിക്കാം, അതിൽ ചിലവൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ 18 വയസ്സ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ +2 കഴിഞ്ഞ് 17ലേക്ക് നിൽക്കുന്ന ഒരു കുട്ടിക്ക് സ്വാഭാവികമായിട്ട് പഠിക്കാൻ പറ്റുന്നത് സർക്കാർ കോളേജുകളിലേക്ക്. ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, സ്കൂളിന് മുമ്പിലൊക്കെ ഫ്ലെക്സ് വയ്ക്കും, 12 A+, 6 A+, 7 A+ ഇതൊക്കെ വെച്ചിട്ടുണ്ടാവും. പക്ഷെ പോസിബിലിറ്റി ഇവരെല്ലാവരും പോയി ഗവൺമെൻറ് കോളേജിൽ പഠിക്കും. ഗവൺമെൻറ് കുറ്റം പറയല്ല, ഗവൺമെൻറ് കോളേജിൽ പഠിക്കും, ഡിഗ്രി എടുക്കും, എന്നിട്ട് ഏതെങ്കിലും അക്കൗണ്ടൻസ് കാര്യമായിട്ട് ഇങ്ങനെ പോകും. ഇവരാരും ഈ പ്രധാനപ്പെട്ട കോഴ്സുകൾ, അതായത് പ്രധാനപ്പെട്ട കോഴ്സുകൾ എന്ന് പറയാൻ കാരണം, മഹാസഭയിൽ ഞാൻ പറഞ്ഞ പോലെ 1 ലക്ഷം സമ്പാദിക്കാൻ പറ്റുന്ന കോഴ്സാണ് MBBS, BSc നഴ്സിംഗ്. നാട്ടിലല്ല, MBBS നാട്ടിൽ സമ്പാദിക്കാം, BSc നഴ്സിംഗ് പുറത്തു പോയാൽ നല്ല ക്യാഷാണ്. അപ്പം അങ്ങനെയുള്ള കോഴ്സുകൾ ഇനി ഇല്ല, നമുക്ക് പുറത്ത് പോയി വല്ല ബിസിനസ് സ്റ്റഡി പരമായിട്ട് അക്കൗണ്ടൻസ് പരമായിട്ട് പഠിക്കാമെന്ന് വെച്ചാൽ അതിനും പൈസ വേണം. അപ്പം ഇതിനൊന്നും നമുക്ക് പൈസ കൊടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ കാണുന്ന ഒരു ചിത്രീകരണമാണ് നൈസായിട്ട് ഗവൺമെൻറ് കോളേജിലോ അല്ലെങ്കിൽ വല്ല പാരലൽ കോളേജിൽ കൊണ്ടുപോയിട്ട് ചേർക്കുക. കുട്ടി വരെ പഠിച്ചിട്ടുണ്ട്, ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ട്, പെൺകുട്ടിയാണ് കല്യാണം കഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ട്. ആൺപിള്ളേരാണെങ്കിൽ പേരിനൊരു പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വല്ല മെക്കാനിക്കൽ പരമായിട്ട് പഠിക്കും, നല്ല കൈത്തൊഴിലൊക്കെ പഠിക്കുന്നതുകൊണ്ട് യൂറോപ്പിലൊക്കെ നല്ല സാലറിയാണ്, അതൊന്നും വിഷയമല്ല. പക്ഷെ അങ്ങനെയും കുറച്ചൊരു പഠിക്കാത്തവരുണ്ട്. അപ്പം ഇങ്ങനെ ഒരു കാറ്റഗറിയിൽ പോകുന്നത് ഇത് ഒരു സ്ഥിരമായി നടക്കുന്ന കാര്യമാണ്, അല്ലാണ്ട് ഇപ്പം പ്രത്യേകിച്ച് ആരും കൊണ്ടുവന്നൊന്നുമല്ല. ഒരു തലമുറ മാറുമ്പോൾ ഇതിങ്ങനെ ഒട്ടയും പോകുന്നല്ലാതെ വലിയ കാര്യമൊന്നും ഇപ്പോൾ ഇതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇതിൽ നിന്നൊരു മാറ്റം വേണം. ഇപ്പം ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ എത്ര സേവ് ചെയ്യാൻ ശ്രമിച്ചാലും, അല്ലെങ്കിൽ നമ്മൾ എത്ര സേവ് ചെയ്യാൻ ശ്രമിച്ചാലും ഒരു സമയമാകുമ്പോൾ
അത് പൊട്ടും. അറ്റ്ലീസ്റ്റ് ഒരു ഹോസ്പിറ്റൽ ചെലവ് വന്നാൽ തന്നെ പട്ടപ്പട്ടാന്ന് പൈസ പോകും. അത് കുറ്റം പറയല്ല. അതിപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട് ഇൻഷുറൻസ് എടുക്കണം. എന്ത് കാര്യം? ഇൻഷുറൻസ് നമ്മൾ ആ പൈസ കിട്ടണമെന്ന് നമുക്ക് ഉറപ്പില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടന്നു ഇത്ര വെച്ച് തരാമെന്ന് പറയും. അവർ പറയും എന്തിനാണ് പൈസ, എന്ത് ഓപ്പറേഷൻ, എങ്ങനെ ഓപ്പറേഷൻ പറ്റിയെന്നൊക്കെ 100 ചോദ്യങ്ങളായിരിക്കും. ഭാഗ്യത്തിന് കിട്ടിയാൽ കിട്ടി. എന്നാൽ ചില ഇൻഷുറൻസോ 1 ലക്ഷം വരും, 50,000 ഇൻഷുറൻസ് തരും, ബാക്കി 50,000 നമ്മൾ എടുക്കണം. എവിടെ നമ്മൾ എടുക്കും? ഇതൊക്കെ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അപ്പർ ക്ലാസ്, ലോ ക്ലാസ് ഫാമിലീസിന് പറ്റുന്ന ഏറ്റവും വലിയ സ്ട്രഗ്ലിംഗ് ആണ്. ഇപ്പോൾ ഇത് പറഞ്ഞു വന്നത്, ആ പിള്ളേർ ഒരു കുട്ടി പഠിച്ച് പൂർത്തിയാകുന്ന സമയത്ത് ആ കുട്ടിക്ക് മോനെ ഇന്ന് അത്ര രൂപ കയ്യിലുണ്ട്, നീ കൊണ്ടുപോയിട്ട് നീ MBBS പഠിച്ചോ, അല്ലെങ്കിൽ BSc നഴ്സിംഗ് പഠിച്ചോ, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് LLB പഠിച്ചോ. അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക്കലി BSc നഴ്സിംഗ് പഠിച്ചോ, അങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാൻ നമ്മളെപ്പോലെ മിഡിൽ ക്ലാസ്സുകാർക്ക് പറ്റൂല. അതിന് പ്രധാനപ്പെട്ട കാരണം ലക്ഷ്യം നാളെ എന്താവും നോക്കാം, എന്നിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ നാളേക്കുള്ള കാര്യമല്ല നാളേക്ക് നോക്കാം എന്ന് ജീവിക്കുന്നത് കൊണ്ട് മാത്രം സംഭവിക്കുന്ന പാളിച്ചയാണ്. അപ്പം ഈ പാളിച്ച മാറ്റാനും ഇപ്പോൾ സ്വാഭാവികമായിട്ടും പറയും നിങ്ങൾ വല്ല ചിട്ടി ചേരി, ചിലർ ചിട്ടിയൊക്കെ ചേർന്ന് നല്ല രീതിക്ക് ജീവിക്കുന്നവരൊക്കെ ഉണ്ട്, നമ്മൾ കുറ്റം പറയുന്നില്ല. പക്ഷെ അവർക്കൊക്കെ ഒരു സ്ട്രഗ്ലിങ് വരുമ്പോൾ ഒക്കെ അടിച്ച് തെറ്റിപ്പോവും. കുടുംബത്തിന് താളം തെറ്റെന്നൊക്കെ പറയുന്ന പോലെ അടിച്ച് തെറ്റിപ്പോവും. അപ്പം ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ആഡംബര ജീവിതം. സ്വാഭാവികമായിട്ടും അത് ഞാൻ പറയുന്നില്ല, അത് ഓരോരുത്തർക്ക് ഓരോ പേഴ്സണൽ കാര്യമില്ല. പക്ഷെ അതും ഒരു പ്രശ്നമാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഒരു ടൈം ആകുമ്പോൾ ഇന്നത് പഠിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരു പൈസ കൊടുക്കണം, അല്ലെങ്കിൽ ഇന്നത് ബിസിനസ് ചെയ്തോ എന്ന് പറഞ്ഞിട്ടൊരു ക്യാപിറ്റൽ എമൗണ്ട് കൊടുക്കണം. നമ്മളെ പോലെയുള്ള അല്ലെങ്കിൽ ഈ കാണുന്ന പ്രേക്ഷകർ പോലെയുള്ള കുടുംബ പ്രേക്ഷകർക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അച്ഛനും അമ്മയ്ക്കൊന്നും പറ്റിയെന്ന് വരില്ല. നമ്മളൊരു കുറ്റം കൊണ്ട് കയ്യിൽ സാധിക്കില്ല. കാരണം അവർ സമ്പാദിക്കുന്നത് വെച്ചിട്ട് അത്രയേ എനിക്ക് സമ്പാദിക്കാൻ പറ്റും. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷനും ഒരു 20% ആളുകളും അതിലോട്ട് തള്ളി. പക്ഷെ 80% ആളുകൾ ഇതിലോട്ട് വന്നിട്ട്, അതായത് ഷെയർ മാർക്കറ്റോ അല്ലെങ്കിൽ SIP മ്യൂച്വൽ ഫണ്ടിലോട്ട് വന്നിട്ട് മാറിപ്പോവുകയാണ്. മാറിപ്പോകുന്ന പ്രധാനപ്പെട്ട കാരണം ഇതിലോട്ട് വരുമ്പോൾ ഈ ഷെയർ മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഈ ചില ആളുകൾ വീഡിയോ ഇട്ടിട്ടുണ്ടാവും 1 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ദിവസം ഒരു 50,000 ഉണ്ടാക്കാം, 1 ലക്ഷം ഉണ്ടാക്കാം എന്നൊക്കെ പണ്ട് വരുന്ന ആൾക്കാരുണ്ട്. നമ്മളൊരു കുറ്റം പറയാൻ പറ്റില്ല. ഉണ്ടാക്കുന്ന ആളുകളും ഉണ്ട്. ചില ആളുകൾ എങ്ങനെ ഉണ്ടാക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു അക്കൗണ്ട് ഇപ്പുറത്ത് ഇടും, ഒരു അക്കൗണ്ട് അപ്പുറത്ത് ഇട്ട് അടിച്ചിങ്ങനെ കളിക്കും. നല്ല രസം കളിക്കണം. അങ്ങനെയും കുറച്ച് ആൾക്കാർ ഉണ്ടാക്കും. ഇപ്പം എല്ലാവരും നമ്മളങ്ങനെ പറയില്ല, പക്ഷെ അത്യാവശ്യം ആൾക്കാർ, മെജോറിറ്റി യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ മാക്സിമം ചെയ്യുന്നതൊക്കെ തന്നെയായിരിക്കും എൻ്റെ മനസ്സിൽ പ്രതീക്ഷ. കാരണം കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ്, അതായത് കണ്ടിന്യൂസ് ആയിട്ടൊരു പ്രോഫിറ്റ് ലഭിക്കാൻ കുറച്ച് ഷെയർ മാർക്കറ്റിൽ പാട് തന്നെയാണ്. എസ്പെഷ്യലി ഓപ്ഷൻ ബൈയേഴ്സിൽ. സെല്ലിങ്ങിൽ പിന്നെയും നമുക്കൊരു പ്രോഫിറ്റ് വോളിയം കിട്ടും, പക്ഷെ ഒരിക്കലും കിട്ടില്ല, ഒരിക്കലും കിട്ടില്ല ബൈയിൽ കണ്ടിന്യൂസ്. പക്ഷേ ലോസ് വന്നാൽ ലോസ് വരികയും ചെയ്യും, ഗ്യാപ്പിൽ ചിലപ്പോൾ വാഷ് ഔട്ടായി പോകും, അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ ഇത് അവിടെ ഇരിക്കട്ടെ, ഞാൻ കാര്യത്തിൽ നിന്ന് വിട്ടുപോകുന്നു. അപ്പോൾ ഇരിക്കട്ടെ. അപ്പോൾ ഇത് 20% ആളുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്, ബാക്കി 80% ആൾക്കാർ വന്നിട്ട് തിരിച്ചു പോകുന്നവരാണ്. അപ്പോൾ ഈ വന്നിട്ട് തിരിച്ചു പോകുന്നവർ 20% ചെയ്യുന്ന നല്ല രീതിക്ക് SIP ഒക്കെ ശമ്പളത്തിൽ നിന്ന് കുറച്ച് വിഹിതം മാറ്റി ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ ഒരു ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എത്ര പൈസ മാറ്റി വെച്ചാലും നമ്മുടെ പ്രോഫിറ്റ് ഫോളിയോ കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ കുറച്ച് സമയം കൊടുക്കണം. അത് തീർച്ചയായിട്ടും കൊടുക്കണം. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം, ഒരു മാസം 2,000 രൂപ വെച്ച് മാറ്റി വയ്ക്കുന്ന ഒരു കുടുംബം എത്ര മാറ്റി വെച്ചാലും ഒരു സ്ട്രഗ്ലിംഗ് വരുമ്പോൾ അവൻ അടിച്ച് സ്കിപ്പ് ചെയ്യും. അതിന് അപ്പോൾ സ്കിപ്പ് ചെയ്ത് മാറും. അത്ര ആയില്ല, അവിടെ പോട്ടെ വിട്ടുകളാം, അതുകൊണ്ട് മാറും. അപ്പം അങ്ങനെ സംഭവിക്കരുത്. അങ്ങനെ സംഭവിക്കാതെ വേണം കറക്റ്റായിട്ട് പോയി. അപ്പം ഇപ്പോൾ ആ ഒരു ഫ്യൂച്ചറിലേക്ക് എത്തണം. അപ്പോൾ ഉദാഹരണം ഞാൻ പറയും, നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചെയ്യുന്നത്, അതുകൊണ്ട് ചെറിയ സ്ട്രഗ്ലിംഗ് ഉണ്ടാവും, നമ്മളത് കണക്കാക്കണ്ട. പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങളൊരു കുടുംബത്തിലെ ഒരു നാഥൻ അല്ലെങ്കിൽ ഒരു വീട്ടമ്മയാണെന്ന് കരുതുക, അല്ലെങ്കിൽ ഒരു കുടുംബം കൊണ്ടുവന്നിരുന്നതാണെങ്കിൽ ഇഷ്ടം പോലെ ബ്രോക്കർമാർ നമ്മുടെ കീഴിലുണ്ട്. ഇഷ്ടം പോലെ മുട്ടിട്ട് നടക്കാൻ പറ്റാത്ത ബ്രോക്കർമാർ ഇന്ന് കേരളത്തിൽ അവൈലബിളാണ്. സെബീൻ്റെ അണ്ടർ രജിസ്ട്രേഷനിലാണ് എല്ലാ ബ്രോക്കർമാരും, അത്യാവശ്യം എല്ലാ ബ്രോക്കർ. പിന്നെ മറ്റ് ലൂട്ട അതൊക്കെ വേറെ ഉണ്ട്, അത് നമ്മൾ അതിലേക്കൊന്നും പോകണ്ട, മാന്യമായ ബ്രോക്കറിലേക്ക് പോകും. നിങ്ങളൊരു സുഹൃത്തുക്കളെല്ലാവരും കൂടി ചേർന്നിട്ട് വീതം ഒരു 10 രൂപ വെച്ചിട്ട് നിങ്ങളുടെ ഈ 10 ആളുടെ ഏതെങ്കിലും ഒരാളുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഇടുക. ഇത് ശരിക്കും സെബിക്ക് എതിരായിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷേ എങ്കിലും സെബിൻ്റെ റൂളും മറ്റ് നിയമവശം നമ്മൾ നോക്കിയിട്ട് കാര്യം, നമുക്ക് കയ്യിൽ 10 പൈസ കിട്ടുമെങ്കിൽ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ, അത് വേറെ കാര്യം. ഈ 10 പേര് വെച്ചിട്ട് ഒരു 10 രൂപ വെച്ചിട്ട് 1 ലക്ഷം രൂപ അക്കൗണ്ടിൽ ഇടും. എന്നിട്ട് ബ്രോക്കർ അവർ ട്രേഡ് ചെയ്ത് തരും, കോൾ അറ്റൻഡ് ചെയ്ത് അവർ ട്രേഡ് നിങ്ങൾക്ക് എടുത്ത് തരും.
എത്ര രൂപ മനസ്സിലായില്ലേ, എത്ര രൂപ കിട്ടുന്നു ഒരു ദിവസം? ഒരു 500 രൂപ, 1,00,000 രൂപയ്ക്ക് ഒരു 500 രൂപ ട്രേഡ് എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ട്രേഡ് എടുത്ത് തരാൻ പറ്റില്ല പറയുന്ന ഒരു ബ്രോക്കർമാരും ഉണ്ടാവില്ല. ചിലർ റിസ്കിൽ പറയും നമുക്ക് പറയാൻ പറ്റില്ല എന്നൊക്കെ പറയും. പക്ഷേ 500 രൂപ ഒരു വലിയൊരു ഒരു പ്രശ്നമില്ലാണ്ട് ഓപ്ഷൻ ബൈയിങ്ങോ ഓപ്ഷൻ സെല്ലിങ്ങോ അങ്ങനെ സ്റ്റോക്ക് ഓപ്ഷൻസോ അല്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട, വിത്ത് സ്റ്റോക്ക്, വെറും ഒരു സ്റ്റോക്കിൻ്റെ ഒരു ലിമിറ്റ് എടുത്തിട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് ഒരു 500 രൂപ കിട്ടും, സുഖമായി കിട്ടും. അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ സ്റ്റോക്ക് ബൈ ചെയ്യുകയാണെങ്കിൽ ഒരു 5 പോയിന്റ് ടാർഗറ്റ് ചെയ്താൽ മതി. 5 പോയിന്റ് 100 രൂപ വെച്ചിട്ട് 5 പോയിന്റ് ടാർഗറ്റ് ചെയ്താൽ T20 ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ പോയി 400 രൂപ ലാഭം കിട്ടും. മനസ്സിലായി? അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രോക്കർമാരെ കണ്ടിട്ട് ഒന്ന് സംസാരിക്കുക. അപ്പോൾ അവർ വില്ലിങ് ആവും. ആ വില്ലിങ് ആവുന്ന ബ്രോക്കർമാരെ വെച്ച് നിങ്ങളിത് ഏൺ ചെയ്യും. ഒരു ദിവസം ഒരു 500 രൂപ വെച്ച് കിട്ടിയെന്ന് കരുതുക. 500 രൂപ വെച്ച് കിട്ടി. ഒരു 20 ദിവസം മാർക്കറ്റുള്ള ശനി ഞായറും ഇല്ല, ഡിപ്പെൻഡ് ഓൺ പബ്ലിക് ഹോളിഡേ ഒക്കെ വിട്ട് കഴിഞ്ഞാൽ ഡിപ്പെൻഡ് ഓൺ കിട്ടും. പക്ഷെ എന്നാലും 500 വെച്ചിട്ട് മാസം ഒരു 10 രൂപ 1,00,000 രൂപയ്ക്ക് കിട്ടിയാൽ ഒരു വർഷത്തെ വരുമാനം എന്ന് പറയുന്നത് 1,20,000 രൂപയാണ് ഒരു വർഷം കിട്ടുന്നത്. ആ 1,20,000 ഇപ്പം നമ്മുടെ അവിടെ കിടക്കുകയും ചെയ്യും, നമ്മൾ ഇട്ട ക്യാപിറ്റൽ എമൗണ്ട് അവിടെയുണ്ട്. ഒരു വർഷം കൊണ്ട് നിങ്ങൾ ഇട്ട പൈസ നിങ്ങൾക്ക് കിട്ടും. അതായത് ഒരു റിസ്ക്കുമില്ലാതെ, ഒരു നഷ്ടവും സംഭവിക്കാതെ ട്രേഡ് ചെയ്യാനുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞത്. അല്ലാതെ 1,00,000 ഇട്ട് 5,000 ഉണ്ടാക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഈ വീഡിയോന് കണ്ടന്റ് തന്നെ ചിലപ്പോൾ 10,000 രൂപ ഇട്ടിട്ട് എങ്ങനെ 3 കോടി രൂപ എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ഇതിൽ ഇട്ടിരിക്കുന്ന കണ്ടന്റ്. അത് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കാന്നുള്ള കണ്ടന്റ് ആയിരിക്കില്ല, അത് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതാണ് ഒരു വിഷയം. അപ്പോൾ 1,20,000 നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അടുത്ത വർഷം, അതായത് ജൂൺ തൊട്ട് ഡിസംബർ വരെ ചിലപ്പോൾ 1,20,000 കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ജനുവരിയിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 2,20,000 നിങ്ങളുടെ ക്യാപിറ്റൽ എമൗണ്ട്. അത് ഒരു ദിവസം ഒരു 1,000 രൂപ വെച്ച് ട്രേഡ് എടുത്തു എന്ന് കരുതുക. 2,00,000 രൂപയ്ക്ക് ഒരു ദിവസം ഒരു 1,000 രൂപ വെച്ച് ട്രേഡ് എടുത്തു എന്ന് കരുതുക. മാസം എത്രയായി? 2,40,000 രൂപ നിങ്ങളുടെ ഒരു വർഷത്തെ പ്രോഫിറ്റ് കിട്ടും. ഞാൻ പറയുമ്പോൾ ഈ വീഡിയോ കാണാൻ ചില ആൾക്കാർക്ക് ചിരിക്കുന്നവർക്ക് ചിരിക്കാം, കളിയാക്കുന്നവർ കളിയാക്കാം. അതൊക്കെ പോസിബിൾ ആണ്, നീ എന്തൊക്കെ അവിടെ പറയുന്നത്. പക്ഷേ പ്രാക്ടിക്കലായിട്ട് കാര്യം ഞാൻ പറയുന്നത്. 2,40,000 നിങ്ങളുടെ പ്രോഫിറ്റ് കിട്ടും. ആ 2,40,000 മുൻപുണ്ടായിരുന്ന 2,20,000 രൂപ ചേർത്താൽ എത്രയായി? 4,60,000 രൂപ. ഇത് വെച്ച് ഒരു ദിവസം ട്രേഡ് ചെയ്താൽ ആ 4,00,000 രൂപ വെച്ചിട്ട് 500 രൂപ വെച്ച് ഒരു ദിവസം 2,000 രൂപ വെച്ച് ട്രേഡ് എടുത്താൽ എത്ര പ്രോഫിറ്റ് വരും നിങ്ങൾ കണക്കാക്കുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 വർഷം ചെയ്ത ഒരു പ്രോഫിറ്റ് എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും. റിസ്ക് ഇല്ലാതെ പറയുന്നത്, 5 വർഷം ചെയ്താൽ നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റ് എമൗണ്ട് കിട്ടും. അത് ഏത് ബ്രോക്കർ എടുത്തോട്ടെ, എത്ര വലിയ ബ്രോക്കർമാർ നിങ്ങൾ എടുത്തോ, ഏതെങ്കിലും ഒരു കൺസൾട്ടൻസി എടുത്തോ, 1,00,000 രൂപ നിക്ഷേപിച്ച് നിന്നാലാവുന്ന ട്രേഡ് ചെയ്യുന്നവർ ലോസ് വരുത്തരുത്. നീ ഒരു ദിവസം പ്രോഫിറ്റ് എടുക്കുന്നില്ലെങ്കിലും കുഴപ്പമില്ല, വിട്. പക്ഷെ ലോസ് വരുത്തരുത്. പണ്ട് ഒരു ട്രേഡ് എടുക്കുന്ന ട്രേഡറിനെ കൊടുക്കാൻ ഒരു പ്രഷറും കൊടുക്കാതെ ട്രേഡറിനെ കൊടുക്കുക. അവൻ ഒരു ദിവസം ഒരു 500 രൂപ എടുത്താലും നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ഒരു മാസം നോക്കുക, ഒരു ദിവസം ഒരു 500 രൂപ എടുത്താലും സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് മാറ്റിക്കും. എപ്പോഴും എടുത്തുതരാൻ പറ്റിയെന്ന് വരില്ല, പ്രധാനപ്പെട്ട ഞാൻ പറയാൻ വേണം. എപ്പോഴും എടുത്തുതരാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പോൾ ഈ ആഴ്ചയിൽ 5 ദിവസം ട്രേഡിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ചിലപ്പോൾ മാർക്കറ്റ് വലിയ വോൾട്ടേജ് കാണൂല, വലിയ ചെറിയ രീതിക്കൊക്കെ മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അപ്പം പോയിട്ട് എന്താ എടുക്കാത്തതെന്നല്ല ചോദിക്കുന്നുണ്ട്, വെയിറ്റ് ചെയ്യുക. അവൻ ആ ദിവസത്തെ പ്രോഫിറ്റും കൂടെ ചേർത്തെടുക്കും. അപ്പം അങ്ങനെ ഒരു ടാലി വെച്ച് എടുത്തു കഴിഞ്ഞാൽ ഒരു മാസം 10 രൂപ കിട്ടുന്ന രീതിക്ക് കിട്ടും. ഇത് നിങ്ങളൊന്ന് പരീക്ഷ നോക്കുക. ഓക്കെ, ഇത് നിങ്ങൾ പരീക്ഷിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. ഞാൻ ട്രേഡ് എടുത്തരാന്നൊന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, അത് വേറെ വിഷയം. ഞാനിവിടെ ജോലിയിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് എനിക്ക് എടുത്തരാൻ പറ്റും. പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്ന സംരംഭം എനിക്ക് ചെയ്യാൻ പറ്റാതെ പോയി. എനിക്കിങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇന്നൊരു വിധമായേനെ എന്നുള്ള ആ ഒരു ചിന്തയെന്നാണ് ഞാനിപ്പോൾ വന്നത്. പക്ഷേ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ എൻ്റെ ബ്രോക്കർമാരെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അല്ലാതെ നിങ്ങളെ ഇൻവെസ്റ്റ് ചെയ്യൂ, പൈസ തരാം എന്നുള്ളതല്ല. എൻ്റെ ബ്രോക്കർമാർ സ്റ്റാർട്ട്. പക്ഷേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവും, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ തരാം, അതിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഒന്ന്. രണ്ടാമത്, ഈ ഒരു മാന്യമായ തുക നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു രീതിക്ക് ഒരു മാസം നിങ്ങളിപ്പോൾ 10,000 രൂപ ഒന്നിച്ചെടുക്കാൻ പറ്റാത്ത കുടുംബങ്ങളുണ്ടാവും. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, 10,000 രൂപയൊന്നും ഒരുമിച്ചെടുക്കാൻ പറ്റാത്ത കുടുംബങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. ഒരു മാസം ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഉള്ളത് ഓപ്പണേ പറയാം. ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ആ ബ്രോക്കറിനെ പറയാം, സുഹൃത്ത് ഞാനൊരു പാവപ്പെട്ട, എനിക്ക് ഇത്ര പൈസ ഒന്നിച്ചെടുക്കാൻ സാധിക്കില്ല, ഞാൻ മാസം ഒരു 1,000 രൂപ അതിനകത്ത് ഇടാം, എന്നെ കൊണ്ട് ആവുന്ന പോലെ ഇട്ട് തരാം. ആ ഒരു കൺസൾട്ടൻസി അത് എങ്ങനെ ഇടണമെന്ന് അറിയാം. 10 പേരും കൂടെ ഒരുമിച്ച് ഇടണം. 10 പേരും കൂടെ ഒരുമിച്ച് പോയിട്ട് 10 ഇടാൻ പറ്റുന്ന വരുമ്പോൾ 10,000 എങ്ങനെയല്ല, ഒരുമിച്ച് ഇടുക. എന്നിട്ട് ആ 3 മാസം ആകുമ്പോൾ അക്കൗണ്ട് ഇൻവാലിഡ് കൊണ്ട് കാണിക്കും. പക്ഷേ അക്കൗണ്ട് പൈസ ഉണ്ടെങ്കിൽ വലിയ തലവേനയില്ല. പക്ഷേ ഓട്ടോമാറ്റിക്കലി 3 മാസം കഴിയുമ്പോൾ റീഫണ്ട് ആവും ചെയ്യും അക്കൗണ്ടിൽ നിന്ന്. പൈസ അങ്ങോട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും, അത് തിരിച്ചിട്ടാൽ മതി, ഒരു തലവേനൊന്നുമില്ല. അപ്പോൾ ഇത്
ഇങ്ങനെ ചെയ്തിട്ട് ഒരു 5 മാസം കൊണ്ട് നിങ്ങളെ പൈസ ഇട്ടിട്ട് ചെയ്യുക. കാരണം എത്രയോ സമയം നിങ്ങൾ വെറുതെ കളയുന്നുണ്ട്. എത്രയോ സമയം. അതിന് പകരം ഒരു 5 മാസം നിങ്ങൾ ഇതിനു വേണ്ടി ചെയ്യും. എന്നിട്ട് ഈ ഒരു ക്യാപിറ്റൽ നമ്മൾ ട്രേഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്ക്. നല്ലൊരു ബ്രോക്കറെ കണ്ട് പരീക്ഷിച്ച് നോക്കി നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. വിജയിക്കാൻ പറ്റുമെന്നുള്ളത് പറഞ്ഞാൽ വിജയിക്കാൻ പറ്റും. റിസ്ക് എടുക്കുക. റിസ്ക് എടുത്ത് തന്നെ വിജയിക്കാം. ഒരു സംശയം അതിനകത്ത് വേണ്ട. പറഞ്ഞ മനസ്സിലായില്ലേ? ഇത്ര ഇതിനകത്ത് ഈ വീഡിയോയിലുള്ളൂ. എങ്ങനെ പൈസ സമ്പാദിക്കാൻ ഐഡിയ പറഞ്ഞു ഈ രീതിക്ക് ട്രേഡ് ചെയ്താൽ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവും. അല്ലാതെ 1 ലക്ഷം രൂപ ഇട്ട് ദിവസം 5000 10,000 ഉണ്ടാക്കാം, വേഗം ഉടനെ വരൂ എന്ന് പറഞ്ഞ എൻ്റെ കണ്ടന്റിൽ ഞാൻ ഇട്ടതല്ല. വെറും 10,000 രൂപ വെച്ച് നിങ്ങൾക്ക് എങ്ങനെ 3 കോടി രൂപ ഉണ്ടാക്കാം എന്നുള്ള ഒരു എക്സാമ്പിൾ മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ കണക്ക് കൂട്ടി നോക്കിയിട്ടാണ് നിങ്ങളുടെ ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പോൾ HDFCൻ്റെ സ്റ്റോക്ക് എടുത്തോ, അല്ലെങ്കിൽ ഞാൻ പേഴ്സണലി ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യല്ല, SBIൻ്റെ സ്റ്റോക്ക് എടുത്തോ, ഇതെല്ലാം നിങ്ങൾക്ക് ഒരു എമൗണ്ട് നമുക്ക് തരും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളൊരു ഓട്ടം ഓടുകയാണ്, നിങ്ങളൊരു സ്പീഡിൽ ഓടുമ്പോൾ നിങ്ങൾ ഓടുന്ന സ്പീഡ് ആയിരിക്കില്ല നിങ്ങൾ അവസാനിക്കുമ്പോഴുള്ള സ്പീഡ്. പക്ഷെ നിങ്ങൾ അവസാനിപ്പിച്ച് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓടിന് സ്പീഡ് കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം സ്പീഡ് കിട്ടി നിങ്ങൾക്ക് ഓടാൻ പറ്റും. അതേപോലെ നിങ്ങൾ മാർക്കറ്റ് വാച്ച് ചെയ്താൽ നിങ്ങൾക്കത് തരും. പോയിൻ്റാണ് നമുക്ക് ഇവിടെ തരിക. നമ്മൾ ന്യൂസ് വായിക്കണം, രാവിലത്തെ ന്യൂസ് വായിക്കണം, സെൻസസ് വായിക്കണം, പ്രീ മാർക്കറ്റ് ഓപ്പൺ നോക്കണം, പ്രീ മാർക്കറ്റ് ക്ലോസിങ് നോക്കണം, എല്ലാം നമ്മൾ വാച്ച് ചെയ്യണം. സപ്പോർട്ട് നോക്കണം, റെസിസ്റ്റൻസ് നോക്കണം. ചില സപ്പോർട്ട് ചിലപ്പോൾ അടിച്ച് താഴെ വരും, ചിലപ്പോൾ മേലെ കിട്ടില്ലെന്ന് വരില്ല, അതൊക്കെ വരും. പക്ഷെ ഇതൊക്കെ ആവറേജ് ചെയ്യാം. അതൊരു ക്യാപിറ്റൽ, അതൊരു കാലിബറാണ്, ഒരു കപ്പാസിറ്റിയിൽ ഒരു ട്രേഡറും ചെയ്യാൻ സാധിക്കും. ആ ട്രേഡ് ഇതാണ് ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത്. ഈ വീഡിയോയിൽ പല കുറവുകളുണ്ടാവും. ഈ വീഡിയോയിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പല കുറവുകളും, അത് ക്ഷമിക്കുക. ഞാനിതൊരു വ്യൂസ് കിട്ടാനും എനിക്ക് റീച്ച് ആക്കാനും വേണ്ടി തുടങ്ങുന്നതല്ല. എനിക്ക് പറ്റിയ പാളിച്ച നിങ്ങൾക്ക് പറ്റരുത്. ഇപ്പം നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ വരുന്ന തലമുറയ്ക്ക് ബുദ്ധിമുട്ടില്ലാതെ, സ്ട്രഗിളിങ് ഇല്ലാതെ പറ്റണം. അല്ല, അത് ഞാൻ ഉള്ള ഓപ്പണേ പറയുകയാണെങ്കിൽ പല മക്കളും ഈ പറയുന്ന മറ്റ് പ്രവൃത്തികൾക്ക് പോകുന്നതും, അല്ലെങ്കിൽ എങ്ങനെ സമ്പാദിക്കാതെ പണം ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുന്നതും, കഷ്ടപ്പെട്ടാതെ പണം, ഞാൻ ഉൾപ്പെടെ അങ്ങനെ ചിന്തിച്ചാൽ നമ്മൾ പറയും. പക്ഷെ നമ്മൾ മറ്റു രീതിക്ക് നമ്മൾ പോയില്ല. പക്ഷെ ഇന്നത് കാണുന്നത് കുറച്ച് കഞ്ചാവ്, കുറച്ച് ഇത് വിറ്റാൻ പൈസ കിട്ടുമെന്നുള്ള ചിന്ത വരുത്തുന്നത് തന്നെ അത് പ്രധാനപ്പെട്ട ഘടകം. കുടുംബത്തിലെ സാഹചര്യം. രണ്ടാമത്തത് മീഡിയ. ഇവർ കൊടുക്കുന്ന ഇൻസ്പിറേഷൻ ഉണ്ടല്ലോ, ഇതിങ്ങനെ പിടിക്കപ്പെട്ടു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അപ്പോൾ ഇത് ഇത്ര രൂപ കിട്ടും, അവർ ലാഭത്തിനെ കണക്കടക്കം പറയും മീഡിയ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വരുന്ന സൊസൈറ്റിയിൽ ഉൾപ്പെടുന്ന സംഭവം. അപ്പോൾ എങ്ങനെ സമ്പാദിക്കാം, നല്ല രീതിക്ക് ബിസിനസ് സമ്പാദിക്കാം. ഇടയ്ക്ക് യൂട്യൂബിൽ നമ്മുടെ മറ്റേ സാറ് പറയുന്നത്, നമ്മുടെ ഏറ്റവും വലിയ പോപ്പുലേഷനാണ്. ആ പോപ്പുലേഷൻ മാർക്കറ്റ് നമ്മുടെ കിടക്കുകയാണ്. നമുക്കത് ഉപയോഗിക്കാൻ അറിയില്ല എന്ന് പറയുന്നതാണ് വാസ്തവം. അത് പിള്ളേർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ അവരെ നിങ്ങൾ നല്ല പഠിക്കാനുള്ള കാലിബറാക്കി വിട്ടു പിന്നെ അവർക്ക് പൈസയ്ക്ക് ഈ പറയുന്ന മറ്റാവശ്യങ്ങൾക്കും ബുദ്ധിമുട്ട് വരില്ല. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഞാൻ കൂടുതൽ ദീർഘിപ്പിച്ച് കൊണ്ടുപോകുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഇത് തികച്ചും സാമ്പത്തികമായി ഒരു ഫാമിലിക്ക് എങ്ങനെ കയറി വരാമെന്നുള്ളൊരു വീഡിയോ ആണ്. എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് താഴെ നമ്പറുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാം. ഒരു കുഴപ്പമില്ല. പ്രധാനപ്പെട്ട ഘടകം എല്ലാവരും ഇത് സമയമെടുത്ത് വാച്ച് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, മറന്നുകൊണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. എന്തെങ്കിലും സംശയം എൻ്റെ നമ്പറുണ്ട്, മെസ്സേജ് അയക്കാം. Okay, welcome to my YouTube channel and best wishes. Bye.